ചില യാഥാർത്ഥ്യങ്ങളും പോരാട്ടങ്ങളുടെ കരുത്തുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പലപ്പോഴും കാലതാമസമെടുക്കാറുണ്ട്. ഇപ്പോഴിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു വാർത്താ സമ്മേളനം കാണുകയായിരുന്നു. സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിയെ പരാമർശിച്ചുകൊണ്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ മാപ്പ് പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയ വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു വിഷയത്തിൽ പോലും തനിക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുകയോ ആ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അക്കമിട്ട് രമേശ് ചെന്നിത്തല പറയുകയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഒരാരോപണം പോലും ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് നിഷേധിച്ചിട്ടില്ല. ആ ഓരോ ആരോപണവും ഞാൻ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് ആദ്യമൊക്കെ വാദങ്ങൾ ഉന്നയിച്ചെങ്കിൽ പിന്നീട് അതെല്ലാം പിൻവലിച്ചു പോയി. ബ്രൂവറി, ഡിസ്റ്ററി കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കൊണ്ടുവന്ന പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം എലപ്പുള്ളിയിൽ ആരംഭിക്കാൻ വേണ്ടി വന്ന ബ്രൂവറി ഡിസ്റ്ററിയുടെ സ്ഥിതി എന്താണ്? ഇപ്പം അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ലല്ലോ. നേരത്തെ 2 ഡിസ്റ്ററിയും 4 ബ്രൂവറിയും അനുവദിക്കാൻ വന്നപ്പോൾ അന്നാണ് ഞാൻ എതിർത്തത്. അന്നത് പിൻവലിച്ചു പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ പമ്പ മണൽക്കടത്ത് പിൻവലിച്ചു പോകേണ്ടി വന്നു. ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ഉള്ള നടപടികൾ എടുക്കുകയും ചേർത്തലയിലെ ഫുഡ് പാർക്കിൽ 4 ഏക്കർ സ്ഥലം അനുവദിക്കുകയും ചെയ്ത സംഭവം അന്ന് പിൻവലിച്ചു പോകേണ്ടി വന്നു. EP ജയരാജന്റെ നിയമനം, ബന്ധു നിയമനം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു അന്ന്. അതോടെ ബബ്കോ അഴിമതി, ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന അഴിമതികളാണ്. അന്ന് അതെല്ലാം ഗവൺമെന്റിന് പിൻവലിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗോവിന്ദ മാസ്റ്റർ പറയുന്ന പോലെ ഞങ്ങളാരും കൊണ്ടുവന്ന അഴിമതികൾ ഇല്ലാതായിട്ടില്ല. അവിടെ ഞങ്ങൾ അന്നത്തെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ സംസ്ഥാന താല്പര്യങ്ങൾ മുൻനിർത്തി, ജനതാല്പര്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ ഈ ബസുമായി ബന്ധപ്പെട്ട അഴിമതി അതെല്ലാം കൊണ്ടുവന്നത്. 10,000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് തടയുകയാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് മാസ്റ്റർ പറഞ്ഞത് ശരിയല്ല. അത് ഞാൻ പറയാൻ ബാധ്യസ്ഥരായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായിട്ടുള്ള ദൗത്യം എന്താണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അന്ന് അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടങ്ങൾ, ഇപ്പോൾ ഈ സ്പ്രിംഗ്ലർ മാത്രമല്ല, സ്പ്രിംഗ്ലറിൽ ഏറ്റവും അവസാനം കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള കോടതിയുടെ നിലപാട് വരുമ്പോൾ അത് സർക്കാരിന് അനുകൂലമാണ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കാനാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ആ സ്പ്രിംഗ്ലർ ഇടപാടിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വന്നു. ബ്രൂവറി എന്ന് പറയുന്ന വലിയ പോരാട്ടത്തിൽ നിന്ന് ഒരു കണിക പോലും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ല, സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നെഗറ്റീവ് പരാമർശമുണ്ടായി എന്നുള്ള ആക്ഷേപം കേട്ടത്. പക്ഷേ ആ AI ക്യാമറ എന്ന് പറയുന്ന സംഗതിയിൽ പോലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഈ വാർത്താ സമ്മേളനം കാണുമ്പോഴാണ്, അതിനെ ഗൗരവത്തോടെ സമീപിക്കുമ്പോഴാണ്, മുൻ പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരുന്നു ആ 5 വർഷക്കാലവും കേരളത്തിലെ ജനകീയ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ തെറ്റായ നടപടികളിൽ സക്രിയമായി ഇടപെട്ടിരുന്നത് എന്നത് ബോധ്യമാകുന്നത്. അന്ന് രമേശ് ചെന്നിത്തല ഈ ഓരോ ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും പ്രതീക്ഷിച്ചത്ര സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു പുകമറ എന്നുള്ള നിലയിൽ അതിനെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളിടത്തായിരുന്നു അവരുടെ വിജയം. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ പോരാട്ടങ്ങളൊക്കെയും വെറുതെയാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ സാധിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു വിഷയത്തിൽ പോലും അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ല. പക്ഷേ സർക്കാരിന് പലതിലും തിരുത്തലുകൾ നടത്തേണ്ടി വന്നു, ഗൗരവമുള്ള തിരുത്തലുകൾ നടത്തേണ്ടി വന്നു, പിൻവാങ്ങേണ്ടി വന്നു. ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തല വിശദമായി പറയുമ്പോൾ അത് ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് ഈ സർക്കാരിനെതിരായി വാചകമടിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വർത്തമാനം പറയുക എന്നുള്ളതല്ല. സർക്കാരിൻ്റെ ഉള്ളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചെടുത്ത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളിലെ ക്രമക്കേടുകൾ, അതിലെ പ്രായോഗികതയില്ലായ്മ, അതൊക്കെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നിടത്താണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വിജയം എന്നുള്ളത്
നേരത്തെയും പല പ്രതിപക്ഷ നേതാക്കന്മാരും നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിരുന്നു. അദ്ദേഹം അത് കൃത്യമായി തന്നെ നിർവഹിച്ചു. പക്ഷേ അതിന് ജനങ്ങളുടെ ഇടയിൽ വേണ്ടത്ര അംഗീകാരം അന്ന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും സജീവമായി നിൽക്കുന്ന, കോൺഗ്രസിൻ്റെ പോലും സോഷ്യൽ മീഡിയ ടീം വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ സർക്കാരിന് പലവട്ടം നാണക്കേടിൽ നിന്ന് തലയുരാനാകാത്ത വിധം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. ആ കാലം അങ്ങനെ അല്ലാതിരുന്നു. ഒരു 5 വർഷത്തിന് മുമ്പുള്ള അവസ്ഥ സ്വാഭാവികമായി സോഷ്യൽ മീഡിയയൊന്നും ഇത്രയ്ക്ക് പ്രചാരം നേടിയിട്ടില്ലാത്ത ഒരു ഘട്ടം. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയാണെങ്കിൽ വളരെ ദുർബലമായിരുന്ന ഒരു സാഹചര്യം. അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ പോരാട്ടങ്ങൾ നടത്തിയതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ മാപ്പ് പറയണമെന്ന പരാമർശം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കേണ്ടി വരുമ്പോൾ, അതിനെ സൂക്ഷ്മതയോടെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം രമേശ് ചെന്നിത്തല ഒരു വലിയ ശരിയായിരുന്നു എന്നതാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ സർക്കാരിന് പൂർണ്ണമായും കീഴടങ്ങേണ്ടി വന്നു എന്നതാണ്. ഞാൻ ഈ കൊണ്ടുവന്ന ഒരു കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല. AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഞാനാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ കേസ് തള്ളി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പം കേരളത്തിൽ ഒരു AI ക്യാമറയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയാമോ? പണ്ട് ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ആരും പരിശോധിച്ചിട്ടില്ല. പിന്നീട് ഒരു AI ക്യാമറ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നടന്നത് തെറ്റാണെന്നും അഴിമതിയാണെന്നും ഇപ്പം ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സത്യമാണ്. ഇപ്പം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പണ്ടൊക്കെ നമുക്ക് ഇത് വരുമായിരുന്നു, നോട്ടീസ് വരുമായിരുന്നു സ്പീഡ് കൂടി പോയാൽ. ഇപ്പോൾ ആർക്കെങ്കിലും നോട്ടീസ് വരുന്നുണ്ടോ? ആർക്കും വരുന്നില്ല. അപ്പോൾ AI ക്യാമറയുമായി നമ്മൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് വന്നു. അപ്പം നമ്മൾ പറയുന്ന കാര്യം, ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഉന്നയിച്ചത്. സ്പീക്കർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അന്ന് കോടതി പോകുമ്പോൾ ചിലപ്പോൾ കോടതി ചില കമൻ്റൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ നമ്മൾ ഉന്നയിച്ചത് വസ്തുതാപരമായ കാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ഓപ്പൺ കോടതിയിൽ ഒരു ജസ്റ്റിസ് വായി തോന്നിയത് പറഞ്ഞു എന്നതാണ്. അതേ അഭിപ്രായം രമേശ് ഉണ്ടോ? അല്ല, അതെന്താണെന്ന് എനിക്ക് പരിശോധിക്കറിയാം. AI ക്യാമറയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് അത് പ്രവർത്തിക്കുന്ന പോലുമില്ല. ഒരു സ്ഥലത്തും ആളുകൾക്ക് നോട്ടീസ് കിട്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അത് തന്നെ നമ്മൾ ഉന്നയിച്ചത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്